വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചങ്ങായിണ്ട് കേട്ടോ. ഇയാളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇയാൾക്ക് നാടൻ വിഭവങ്ങളിൽ തന്നെ എപ്പോഴും തന്നെ വേണം. അത് നാടൻ എന്ന് പറഞ്ഞ ചിന്താ വിളിച്ച ചങ്ങായിയാണ്. ഇത് പശുവാണെങ്കിൽ നാടൻ വേണം, ഭക്ഷണമാണെങ്കിൽ നാടൻ, എല്ലാം തന്നെ നാടൻ വേണം. എന്നാൽ മനസ്സിലാക്കിയിരിക്കാൻ വെച്ചാൽ അവർ നാടൻ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരമാണ്, അല്ലെങ്കിൽ ജൈവകൃഷി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരമാണെന്നുള്ള കാര്യം ഇനിയെങ്കിലും മനസ്സിലാക്കിയിരിക്കാം. അതായത് രാസവളങ്ങൾ, കീടനാശിനികൾ, ഇതൊക്കെ എന്തോ ഒരു വലിയ പ്രശ്നക്കാരാണെന്ന് വിചാരിക്കുന്നത്, ഭയങ്കര എന്തോ ഒരു ഭീകരമായിട്ടുള്ള സംഭവം വിചാരിക്കുന്നത് ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് നിങ്ങളിന്ന് ജീവിച്ചിരിക്കുന്നത്. നിങ്ങൾക്കിന്ന് പട്ടിണി, അതായത് നിങ്ങൾക്ക് ഭക്ഷണം ലഭിക്കാനായിട്ടുള്ള കാരണം ഇതാണ്. അതായത് മണ്ണിൽ ഒരുപാട് തവണ കൃഷി ചെയ്ത് വീണ്ടും വീണ്ടും കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഒരു മണ്ണിൽ നൈട്രജൻ തീരുന്നതായിരിക്കും. അതായത് ഫ്രിഡ്സ് ഹാബർ എന്ന ഗവേഷകനൊക്കെ നിങ്ങൾക്ക് അറിയാൻ മതി. അതായത് ഹാബർ പ്രോസസ് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുള്ള. സോ അതിനാണ് ആക്ച്വലി നൈട്രജൻ ഫെർട്ടിലൈസേഴ്സും ഒരാൾക്ക് ഇൻവെന്റ് ആവുന്നത്. അപ്പം ഇതിനൊക്കെ ആ ഒരു കണ്ടെത്തലിനൊക്കെ ശേഷമാണ് ആക്ച്വലി, അതായത് അതൊക്കെ ഉപയോഗിച്ചതിന് ശേഷമാണ് മണ്ണിൽ പിന്നീട് എന്താ പറയുക, പിന്നീട് ഇങ്ങനെ കൃഷിയൊന്നും നശിച്ചു പോകേണ്ട നമുക്ക് വീണ്ടും ഒരുപാട്, അതായത് പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന നെല്ല് എന്നൊക്കെ പറഞ്ഞാൽ ശുഷ്കിച്ച ഒരു ചെടി മാത്രമായിരുന്നു, പേരുന്ന ഒരു മണി പോലെ കുറച്ച് അരിയൊക്കെ നമുക്ക് ലഭിക്കാറുണ്ടായിരുന്നുള്ളൂ. അത് നമ്മൾ ജൈവ കൃഷിയിലോട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ 10-1 പോയിട്ട് 100-1 പോയിട്ട് 1000-1 പോലും നമുക്ക് ലഭിക്കില്ല. അത്രക്കായത് നമ്മളെല്ലാവരും പട്ടിണി കാരണം ചത്തു പോകുന്നതായിരിക്കും. എന്തും വേണ്ട ഒരു ഇന്ന് നാടൻ പശു പറഞ്ഞ സംഭവം ഇല്ല. അത് വേറെ കാര്യം, ഈ നാടൻ പശു ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇന്ന് കറന്നു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു 1/4 ലിറ്റർ പാല് പോലും ലഭിക്കില്ല എന്നതാണ് സത്യാവസ്ഥ. അപ്പൊ ഇനിയെങ്കിലും മനസ്സിലാക്കിയ നാടൻ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരമാണ്.